കേരളത്തിൽ 3 ലക്ഷത്തിൽ പരം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് എം.എൽ.എ. ജീവനക്കാർക്ക് എന്ന് ശമ്പളം ലഭിക്കുമെന്നതിനെക്കുറിച്ച് ധനമന്ത്രി കെ.എം. മാണി വ്യക്തമായ മറുപടി നൽകണമെന്നും തോമസ് ഐസക് ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരു കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. മാർച്ച് മാസത്തിൽ പദ്ധതി ചെലവിനായിട്ട് ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് കൊടുത്ത തുക വെറും 65 കോടി രൂപയാണ്. ധനമന്ത്രി നിഷേധിക്കട്ടെ, അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ് നിഷേധിക്കട്ടെ. മാർച്ച് മാസത്തിൽ പദ്ധതി ചെലവിനായിട്ട് ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് നൽകിയ പണം കേവലം 65 കോടി രൂപയാണ്. ബാക്കി മുഴുവൻ ട്രാൻസ്ഫർ ക്രെഡിറ്റാണ്. 31-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് ശേഷം പുതിയ ബില്ലോ ചെക്കോ ചലാനോ സ്വീകരിച്ചില്ല. എന്നിട്ട് ഏപ്രിൽ 1 ആയപ്പോൾ ശമ്പളം കൊടുക്കാൻ പണമില്ല. ഇതാണ് 2011-ഉം 2014-ഉം തമ്മിലുള്ള വ്യത്യാസം. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയത് അതീവ ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് പറഞ്ഞ ഐസക്, വിഷു, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ 11-ാം തീയതിയെങ്കിലും ജീവനക്കാർക്ക് ശമ്പളം വാങ്ങാൻ സർക്കാർ അവസരമൊരുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. ശമ്പളം വൈകുന്നതിന് മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് വകുപ്പ് മന്ത്രി നിരത്തുന്നത്. 1000 കോടി രൂപയുണ്ടായിട്ടും കരാറുകാർക്ക് നൽകേണ്ട 2500 കോടി രൂപ പോലും നൽകാത്തത് നിർമ്മാണ പ്രവർത്തന മേഖലയിൽ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും ഐസക് പറഞ്ഞു. 3880 കോടിയിലധികം രൂപ ട്രഷറിയിൽ ഉണ്ടായിട്ടും 65 കോടി രൂപയാണ് പദ്ധതി ചെലവിനായി വിനിയോഗിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശമ്പളം, പെൻഷൻ എന്നീ ഇനങ്ങളിൽ 2000 കോടി രൂപയാണ് ജീവനക്കാർക്ക് സർക്കാർ നൽകേണ്ടത്.